ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൊവിനോ തോമസിന്റെ അപ്കമിങ് മൂവി ആയിട്ടുള്ള നരിവേട്ട എന്ന ഫിലിമിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. ഇപ്പോൾ ഇതുവരെ റിലീസ് ആയിട്ടുള്ള ചിത്രത്തിന്റെ ഒരു ട്രെയിലറും പിന്നെ ഒരു സോങ്ങും കണ്ടതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്താൻ സാധിച്ചു, പിന്നെ നമുക്ക് അതിന്റെ കഥയുടെ എക്സ്പെക്ടേഷൻ എങ്ങനെയായിരിക്കും, പിന്നെ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ അവരെന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും, പിന്നീട് ഫിലിം കാണുമ്പോൾ അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. അല്ലാത്തവർക്ക് വെൽക്കം ടു അവർ ചാനൽ, വെൽക്കം ടു അവർ വീഡിയോ. സോ ഹിയർ ഈസ് ദ സ്പോയിലർ വാർണിംഗ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോയുടെ ടൈറ്റിൽ കാർഡ് ഒന്ന് നോക്കാം. നരിവേട്ട എന്നെഴുതിയതിനെ ക്രോസ് ചെയ്ത് ഒരു ബുള്ളറ്റ് പോയിട്ടുണ്ട്. ഈ ബുള്ളറ്റ് പോയിരിക്കുന്ന പൊസിഷൻ നോക്കുകയാണെങ്കിൽ അത് താഴെ നിന്നും മുകളിലേക്കുള്ള ഡയറക്ഷനിലാണ് പോയിട്ടുള്ളത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിനിമയുടെ ട്രെയിലറിൽ പറയുന്നത് പോലെ മുട്ടിന് താഴെ വെടിവെക്കുന്നതിന് പകരം നെഞ്ചിൽ വെടിവെച്ചതിനെ, ആ ഹൈറ്റിനെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. അതായത് താഴെ നിന്നും മുകളിലേക്ക്. നരി എന്നെഴുതിയതിലെ രായുടെ വള്ളി ഒന്ന് നോക്കുകയാണെങ്കിൽ അത് ഒരു കത്തി അല്ലെങ്കിൽ ഒരു വോൾ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിൽ ധാരാളം രക്തം പറ്റിയിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് തോക്ക് ഉപയോഗിക്കുന്ന ഒരു വിഭാഗവും തോക്കൊന്നുമില്ലാത്ത സാധാരണ കത്തി പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു വിഭാഗവും തമ്മിലുള്ള ബാറ്റിലായിട്ടും നമുക്കിതിനെ കാണാം. ഈ സിനിമയുടെ കഥാ പശ്ചാത്തലമായിട്ട് വരാൻ പോകുന്നതും ഈ വിഷയം തന്നെ ആയിരിക്കാം. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ടൈറ്റിൽ കാർഡിലെ ചുവന്ന കത്തിയെ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി വരുന്ന അക്ഷരങ്ങളൊക്കെ വെള്ള നിറമാണ്. ഈ വെള്ള നിറത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ അക്ഷരങ്ങളും കൂട്ടി യോജിപ്പിച്ച് വായിച്ചാൽ അതിനെ നമുക്ക് നരവേട്ട എന്ന് വായിക്കാം. നരൻ എന്നാൽ മനുഷ്യൻ, അതായത് മനുഷ്യന്മാരെ വേട്ടയാടുന്നതിനെ കുറിച്ചാണ് ഈ സിനിമ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇവിടെ നരവേട്ട എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളതിന് വേറൊരർത്ഥം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് വരാം. മിന്നൽവള എന്ന സോങ് കണ്ടപ്പോൾ ടൊവിനോ ഒരു സാധാരണ ആളായിട്ടാണ് കണ്ടത്. പക്ഷെ എങ്ങനെ ആൾ പോലീസുകാരനായി? അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാവും. ടൊവിനോന്റെ അച്ഛൻ കഥാപാത്രത്തിനെ സോങ്ങിൽ എവിടെയും കാണിച്ചിട്ടില്ല, ട്രെയിലറിലും കാണിച്ചിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം ഒരു പോലീസുകാരനായിരിക്കാം. പിന്നീട് എന്തെങ്കിലും ഒരു കാരണവശാൽ അദ്ദേഹം മരണപ്പെടുകയും ടൊവിനോക്ക് ആ ജോബ് കിട്ടുകയും ആയിരിക്കാം ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെയായിരിക്കും ടൊവിനോ പോലീസ് ഫോഴ്സിലേക്ക് വരുന്നത്. ഇനി അതല്ലെങ്കിൽ ആ സോങ് ശ്രദ്ധിച്ചാൽ ആ സോങ്ങിൽ ടൊവിനോക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ജോലി ഒന്നുമില്ലാത്ത ഒരാളായിട്ടാണ് കാണിക്കുന്നത്. സോ പ്രിയംവദ കൃഷ്ണൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ നന്ദു ഇവർ തമ്മിലുള്ള പ്രണയം കാണുന്നുണ്ട്. സോ അതുമൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം എങ്ങനെയെങ്കിലും ഒരു ജോബ് കിട്ടാൻ വേണ്ടി ടൊവിനോ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കാം ടൊവിനോ പോലീസിലെത്തുന്നത്. അതെന്തൊക്കെയായാലും സാധാരണ എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ഒരു പോലീസുകാരന് തൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ചതിയുടെ ഒരു കഥ കൂടി നമുക്ക് ഈ ഫിലിമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ട്രെയിലറിലേക്കൊന്ന് വരാം. ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരും രാഷ്ട്രീയക്കാരും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൊവിനോയുടെ തോക്കിൽ നിന്നും വെടിപൊട്ടി ഒരാൾ മരിക്കുന്നതും ഒക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിൽ ടൊവിനോയെ രാഷ്ട്രീയക്കാരും പോലീസുകാരും ചേർന്ന് കരുവാക്കി ചെയ്യാത്ത തെറ്റിനെ അടിച്ചേൽപ്പിച്ച് മാവോയിസ്റ്റ് ബന്ധം വരുത്തി തീർക്കുന്ന ഒരു കഥയായിട്ടാണ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നരവേട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൊവിനോയെ വേട്ടയാടുന്നത് കൂടിയായിരിക്കാം. അത് തന്നെയായിരിക്കും ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയമായിട്ട് വരാൻ പോകുന്നത്. ഇന്റേണൽ ആയിട്ട് വരുന്ന കുറച്ച് പൊളിറ്റിക്സിൻ്റെ സ്റ്റോറീസും. ഈ ചിത്രത്തിൻ്റെ വേറൊരു പോസ്റ്ററിൽ പോലീസ് യൂണിഫോമിൽ എന്നാൽ ട്രൈബൽസ് മുഖത്തിട്ടിരിക്കുന്ന അതേ ചായങ്ങൾ പുരട്ടിയ ടൊവിനോയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ടൊവിനോ ആദ്യം പോലീസുകാരുടെ പക്ഷത്താണെങ്കിലും പിന്നീട് ട്രൈബൽസിൻ്റെ പ്രശ്നം മനസ്സിലാക്കുകയും പോലീസുകാർ കാരണം ചതിയിലകപ്പെടുകയും ചെയ്തതിന് ശേഷം ട്രൈബൽസിൽ ഒരാളായി മാറാനും പിന്നീട് അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തൊക്കെയായാലും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഫിലിം ഇറങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു സിനിമാ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.